1995 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ബിരുദ പഠനത്തിനായി 2 വിദ്യാർത്ഥികൾ എത്തുന്നു. ലാറി പേജും സെർജെ ബ്രിന്നും. അവർ പരസ്പരം പരിചയപ്പെടും, നല്ല സുഹൃത്തുക്കളാകും. എന്നാൽ ആ സൗഹൃദം ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മഹാസംഭവമാണെന്ന് അവർ പോലും കരുതിയിരുന്നിട്ടുണ്ടാകില്ല എന്നതാണ് സത്യം. ഗൂഗിൾ എന്ന് കേൾക്കാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടാകുമോ എന്നതുപോലും ഗൂഗിൾ ചെയ്ത് നോക്കാം എന്നതാണ് തമാശ. വിശാലമായ ലോകത്തെ നമ്മുടെ മുന്നിലുള്ള ഒരു ചെറിയ സ്ക്രീനിലേക്ക് മെരുക്കിയ ഗൂഗിൾ പിറവിയെടുത്തിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. 25 വർഷം പിന്നിടുന്ന ഗൂഗിളിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെയും ലോക സാമ്പത്തിക രംഗത്ത് ഗൂഗിൾ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും വിശദമായ ഒരു അവലോകനം നടത്താം. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് ലാറി പേജും സെർജി ബ്രിന്നും സംയുക്തമായി ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. ബാക്ക്ഡ്രപ്പ് എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. വെബ്സൈറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ കണക്ഷൻസ് അനലൈസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സെർച്ച് എഞ്ചിൻ കണ്ടുപിടിക്കുകയാണ് ലക്ഷ്യം. തുടർന്ന് 1996 ഇരുവരും ചേർന്ന് google.com എന്നൊരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നു. ഗണിതശാസ്ത്രത്തിലെ ഗൂഗിൾ എന്ന പ്രയോഗത്തിൽ നിന്നുമാണ് ഗൂഗിൾ എന്ന വാക്കുണ്ടാകുന്നത്. 1ഉം 100 പൂജ്യങ്ങളും കൂടിച്ചേരുന്ന സംഖ്യയാണ് ഗൂഗിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ 1:100 എന്നാണ് സൂചിപ്പിക്കുക. ഈ കോൺസെപ്റ്റാണ് ഗൂഗിളായി പരിവർത്തിച്ചത് എന്ന് പറയാം. അനവധി ഡാറ്റകൾക്കായി ഒരിടം. അങ്ങനെ ഗൂഗിളും അതിന്റെ കോൺസെപ്റ്റും കേവലം ഒരു സെർച്ച് എഞ്ചിൻ എന്നതിനപ്പുറത്തേക്ക് അനവധി സാധ്യതകൾ തുറന്ന ഒരു ജാലകമായി തന്നെ വളർന്നു. 1998 സെപ്റ്റംബറിൽ ലാറിയും സെർജിയും ചേർന്ന് ഗൂഗിൾ എന്ന കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ജർമ്മൻ എഞ്ചിനീയറും ഇൻവെസ്റ്ററുമായ ആൻഡി ബെക്ടോഷിയും കനേഡിയൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റും വ്യവസായിയുമായ ഡേവിഡ് ഷെറിറ്റോണും ചേർന്ന് $2 ലക്ഷം കമ്പനിയിലേക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അങ്ങനെ കാലിഫോർണിയയിലെ മെൻലോ പാർക്കിലെ ഒരു ഗാരേജിനകത്ത് ഗൂഗിളിന്റെ ആദ്യ ഓഫീസ് സെറ്റപ്പ് ചെയ്തു. ബെക്ടോഷലിയും ഷെറിറ്റോണും ഗൂഗിളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി നിയമപരമായി ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നില്ല. എന്നിട്ടും ഇത്രയും പണം നിക്ഷേപിക്കാൻ അവർ തയ്യാറായത് ഗൂഗിൾ എന്ന ആശയത്തിൽ അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. റെലവൻ്റായ സെർച്ച് റിസൾട്ടുകൾ ലഭിച്ചു തുടങ്ങിയതോടെ ഗൂഗിളിന്റെ ജനപ്രീതി വളരെ പെട്ടെന്ന് വർദ്ധിച്ചു. 1999 വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിലൂടെ $25 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഗൂഗിളിന് ലഭിച്ചു. ഇതോടെ കമ്പനിയുടെ പ്രവർത്തനം വിപുലീകരിക്കപ്പെട്ടു. 2004 ഓഗസ്റ്റ് 19 ഗൂഗിൾ ആദ്യമായി കമ്പനിയുടെ ഓഹരികൾ പബ്ലിക്കിന് ഓഫർ ചെയ്തു. അതിലൂടെ $1.67 ബില്യൺ സമാഹരിക്കാനും അവർക്കായി. അക്കാലത്ത് ഒരു ടെക്നോളജി കമ്പനി IPOയിലൂടെ സമാഹരിക്കുന്ന ഏറ്റവും വലിയ തുകകളിൽ ഒന്നായിരുന്നു അത്. 2000 മുതൽ സെർച്ച് എഞ്ചിനുകൾക്ക് പുറമെ പുതിയ പ്രോഡക്റ്റുകളും ഗൂഗിൾ അവതരിപ്പിച്ചു തുടങ്ങി. ആദ്യം ആഡ്വേർഡ്സ് അവതരിപ്പിച്ച ഗൂഗിൾ 2003 ആഡ്സെൻസും 2005 ഗൂഗിൾ മാപ്സും പുറത്തിറക്കി. ഇവ പിൽക്കാലത്ത് ഗൂഗിളിന്റെ അഡ്വർടൈസിംഗ് പ്ലാറ്റ്ഫോമുകളായും പ്രധാന വരുമാന സ്രോതസ്സായും വളർന്നു. വർഷം തോറും ദശലക്ഷക്കണക്കിന് ഡോളറുകൾ കമ്പനിയിലേക്ക് വരുമാനം എത്തിക്കാൻ അവയ്ക്കായി. 2004 Gmail അവതരിപ്പിച്ചുകൊണ്ട് ഇലക്ട്രോണിക് മെയിൽ രംഗത്ത് അവർ വിപ്ലവം സൃഷ്ടിച്ചു. ഇതോടൊപ്പം ഗൂഗിൾ പതിയെ മറ്റ് ടെക്നോളജി കമ്പനികളെ വാങ്ങാനും ആരംഭിച്ചു. ആൻഡ്രോയിഡ് കമ്പനി ഗൂഗിൾ അക്വയർ ചെയ്തു. 2005 ഗൂഗിളും ആൻഡ്രോയിഡും സംയുക്തമായി മൊബൈൽ ഫോൺ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തു. ഗൂഗിൾ പ്ലേ എന്ന് പിന്നീട് പേര് മാറ്റിയ ആൻഡ്രോയിഡ് മാർക്കറ്റ് ഡിജിറ്റൽ ലോകത്തിന്റെ തലവര തന്നെ മാറ്റി. മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ലോകത്ത് സജീവമാവുകയും അനവധി ബിസിനസ് സാധ്യതകൾക്ക് അവ കളമൊരുക്കുകയും ചെയ്തു. തുടർന്ന് 2006 യൂട്യൂബിനെ ഗൂഗിൾ സ്വന്തമാക്കി. 2008 ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസറിന്റെ രംഗപ്രവേശം. അതോടെ നിലവിലുണ്ടായിരുന്ന വെബ് ബ്രൗസറുകളായ ഇന്റർനെറ്റ് എക്സ്പ്ലോറുകൾക്കും മോസില്ല ഫയർഫോക്സിനും കടുത്ത മത്സരം നേരിടേണ്ടതായി വന്നു. ആ ബ്രൗസറുകളെ പിന്നിലാക്കിക്കൊണ്ട് ഗൂഗിൾ ആധിപത്യം സ്ഥാപിച്ചത് ഡിജിറ്റൽ ലോകത്തെ ചരിത്രമായി മാറി. 2015 സുപ്രധാനമായ ഒരു പുനഃക്രമീകരണം ഗൂഗിൾ നടത്തി. ആൽഫബറ്റ് എന്ന പാരന്റ് കമ്പനി സ്ഥാപിച്ചു. ആൽഫബറ്റിന്റെ കീഴിൽ വിവിധ ഗൂഗിൾ ഡിവിഷനുകൾ പലതരം കമ്പനികളായി വിഭജിച്ചു. അങ്ങനെ ഗൂഗിളിന്റെ ഓരോ ഡിവിഷനുകളും ഓരോ കമ്പനികളായി മുന്നേറ്റം തുടർന്നു. ആൽഫബറ്റിന് കീഴിൽ വിവിധ റിസർച്ച് പ്രോഗ്രാമുകളും തുടങ്ങി. ഗൂഗിൾ ഗ്ലാസും സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ കുറിച്ചുള്ള റിസർച്ചുകളും ഇപ്പോഴും സജീവമായി നടക്കുന്നു. ലാറി പേജും സെർജി ബ്രിന്നും 2019 ഡിസംബറിൽ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറുകയും ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചയെ കമ്പനിയുടെ CEO ആയി അവരോഹണം ചെയ്യുകയും ചെയ്തു. ലോകത്തെ ടെക്നോളജി ഭീമന്റെ തലപ്പത്തെത്തിക്കൊണ്ട് സുന്ദർ പിച്ചൈ ഇന്ത്യയുടെ അഭിമാനമായി മാറി. ഗൂഗിൾ ക്ലൗഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതലായ സോഫ്റ്റ്വെയർ സർവീസുകൾക്ക് പുറമെ പിക്സൽ ഫോൺസ്, ഗൂഗിൾ ഹോം തുടങ്ങിയ ഹാർഡ്വെയർ പ്രൊഡക്റ്റുകളും ഗൂഗിളിൻ്റെതായി പുറത്തു വന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.